അനൂപ് ചന്ദ്രൻ, ഈ വരുന്ന വാർത്തയെ സ്ഥിരീകരിക്കാവുന്നതാണോ? താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ, താങ്കൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? അങ്ങനെ ഒരു അമ്മ അസോസിയേഷൻ അല്ലെങ്കിൽ അഭിനേതാക്കൾ ഒരിക്കലും ഒരു ട്രേഡ് യൂണിയനിൽ എങ്ങനെ വരാൻ സാധിക്കും? കലയും സാങ്കേതിക വിദ്യയും കലാകാരന്മാരെന്ന് പറയുന്ന കല മാത്രം ഉപയോഗിക്കുന്ന, സ്വന്തം ശരീരവും ശബ്ദവും മനസ്സും കൊണ്ട് കലാപ്രവർത്തനം നടത്തുന്നവരും സാങ്കേതിക വിദ്യ കൊണ്ട് കലാപ്രവർത്തനം നടത്തുന്നവരും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് കൂടിച്ചേരാൻ പറ്റുക? പിന്നെ രണ്ടാമത്, വ്യത്യസ്ത പ്രതിഭകൾക്കനുസരിച്ച് വ്യത്യസ്ത സാലറിയും സംവിധാനവും ഉള്ള ഒരു 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 ജോലി മേഖലയിൽ എങ്ങനെയാണ് ട്രേഡ് യൂണിയന് കടന്നു വരാൻ പറ്റുക? അതൊക്കെ വെറുതെ വിഡിതരം പറയുകയാണ്. അങ്ങനെ ഒരിക്കലും അതിന് സാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം 1 ലക്ഷം രൂപയോളം 1.5 ലക്ഷം രൂപയോളം മെമ്പർഷിപ്പ് ഫീ കൊടുത്തിട്ട് ഇത് മേടിച്ചിട്ട് ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി സന്തോഷമായ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഈ സംഘടനയിൽ നിന്ന് ആൾക്കാർ ട്രേഡ് യൂണിയൻ സംഘടനയിലേക്ക് പോകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതൊക്കെ ചില ആൾക്കാരുടെ ദിവാസ്വപ്നം മാത്രമാണ്. ഈ മഹത്തായ സംഘടനയെ പൊളിക്കാമെന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും സാധ്യമല്ല. ശരി, അനൂപ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഇല്ല എന്നാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ഏത് തരത്തിലൊരു നീക്കമാണ് നടന്നത് എന്നാണ് ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള പറയുന്നത്? എന്തുകൊണ്ടാണ് അവർ ഫെഫ്കയെ സമീപിക്കാനുള്ള സാഹചര്യം? 20 പേർ സമീപിച്ചെന്നാണല്ലോ വാർത്തകൾ വരുന്നത്. എന്തായാലും അമ്മ എന്ന സംഘടന പിളർന്ന് മറ്റൊരു സംഘടന ഉണ്ടാകുന്നു എന്നതല്ല. അമ്മ അല്ലെങ്കിൽ നടീനടന്മാരിലെ 20ഓളം പേർ ഫെഫ്ക നേതൃത്വത്തെ സമീപിച്ചു. അതൊരു ട്രേഡ് യൂണിയൻ സംവിധാനമായിട്ടൊരു സംഘടന രൂപീകരിക്കണം എന്നൊരു ആവശ്യവുമായിട്ടാണ് അവർ ഫെഫ്ക നേതൃത്വത്തെ സമീപിച്ചത്. അക്കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. രണ്ടായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ സംഘടന കൂടി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊരു ആശയമാണ് ഈ 20 പേർ ചേർന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിലവിൽ അമ്മയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് നികുതി സംബന്ധമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ട്രേഡ് യൂണിയൻ സംഘടന രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായിട്ട് മുന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അക്കാര്യത്തിൽ ഇനി കൂടുതൽ ബി ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ അമ്മ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ അമ്മയ്ക്കിപ്പോൾ ഒരു നീതമായ നേതൃത്വം ഇല്ല. ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ അമ്മ എന്ന സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ പുതിയ വരുന്ന നേതൃത്വമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം. ശരി, അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.